ഇന്ന് ഞാൻ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. കുറേ ആയിട്ടുണ്ട് കഞ്ഞി കുടിച്ചിട്ട്. അതിലേക്ക് കറിയായിട്ട് ചെറുപയറുപ്പേരിയാണ്. നല്ല സിമ്പിളായിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ആ ചതച്ച ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും ചുവന്ന മുളകും കൂടി നന്നായി വഴറ്റാട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചെറുപയറിട്ട് നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കണം. ചെറുപയർ ഇന്നലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ അടച്ചു വെച്ച് വേവിക്കണം. പിന്നെ ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ്. നല്ല മുളകൊക്കെ ചുട്ടരച്ച തേങ്ങ ചമ്മന്തി. അതിനായി ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് തേങ്ങയും പിന്നെ ഉപ്പിലിട്ട ഇരുമ്പാമ്പുളിയും ചെറിയൊരു കഷ്ണം കോൽപ്പൊടി പിന്നെ വഴറ്റിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കണം. ഇപ്പം നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കറക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉണക്കമീനുണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പുഴമീനാണ്. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഉണക്കമീൻ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്, പിന്നെ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു വയ്ക്കാലോ. ചൂട്ടോടെ ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാലോ. തേങ്ങ ചിരകിയിട്ടിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ് കഞ്ഞിയിൽ. പിന്നെ ചമ്മന്തി, ചെറുപയർ, അച്ചാർ, നാരങ്ങച്ചാറാണ്, പിന്നെ ഉണക്കമീനും. ഇനി കുറച്ച് ചെറുപയർ എടുത്തിട്ട് ആ കഞ്ഞിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാലോ. സംഭവം അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. കഞ്ഞിയുടെ കൂടെ പയർ അതുപോലെ ചെറുപയറൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി കുറച്ച് തേങ്ങ ചമ്മന്തി എടുത്തിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. തേങ്ങ ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട്. കഞ്ഞിയുടെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇനി ആ കഞ്ഞിയിൽ കുറച്ച് ചെറുപയർ എടുത്തിട്ടിട്ട് അതിൻ്റെ കൂടെ ചമ്മന്തി പിന്നെ അച്ചാറും കൂടി ഇട്ടിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അടിപൊളിയാണ് എല്ലാതും. ആ ചെറുപയറും ചമ്മന്തി അച്ചാറൊക്കെ കൂട്ടി ഒരുമിച്ച് കഴിക്കാണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ്. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കുറേ നാളായിട്ടുണ്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ചിട്ട്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ തീരെ കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു നോക്കണം, അടിപൊളിയല്ലേ. ഇനി ആ തേങ്ങ ചമ്മന്തി പിന്നെ അതുപോലെ ചെറുപയറും അച്ചാറും പിന്നെ അതുപോലെ തന്നെ ഉണക്കമീനുണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടൊന്ന് കടിച്ചു നോക്കാം കേട്ടോ. ആ കഞ്ഞി കുടിക്കുമ്പോൾ ഉണക്കമീനിനെ കടിക്കുമ്പോണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയുള്ളൂ. ഇനി ഉണക്കമീനിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ആ കഞ്ഞിയിൽ വെച്ചിട്ട് ആ ചെറുപയറിൻ്റെയും ചമ്മന്തിയുടെയും കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കാം. കുറച്ച് ചെറുപയറും കൂടെ എടുക്കാം. ഇനി ആ ഉണക്കമീൻ്റെ കൂടെ വറുത്തിട്ടുള്ള പച്ചമുളക് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്ത് കടിച്ചു വയ്ക്കാമല്ലോ. അത്യാവശ്യം എരുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ ഉണക്കമീൻ്റെ കൂടെ വറുക്കുമ്പോൾ ഉണ്ടല്ലോ അതും ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആയിട്ട് അതിൻ്റെ ഉപ്പും എരിവും കൂടിയിട്ടൊക്കെ നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഇനി എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിക്കാം കേട്ടോ. ചെറുപയറും അച്ചാറും തേങ്ങ ചമ്മന്തി പിന്നെ ഉണക്കമീനും ആ പച്ചമുളകുണ്ടല്ലോ അതും എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും കഞ്ഞി വെക്കുന്നത് പോലെ ഉണ്ടാക്കി കുടിച്ചു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.